ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് നല്ലൊരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയ കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല ടേസ്റ്റുള്ള ചിക്കൻ മപ്പാസാണ്. ഈ ഒരു നോമ്പ് കാലത്ത് എന്നും ഒരേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാതെ ഇതേപോലെ നല്ല കുറുകിയ ചാറോട് കൂടി പത്തിരിയിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പട്ടയും 2 ഏലക്കായും കുറച്ച് കുരുമുളകും 1 തക്കോലവും 3 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് ഇങ്ങനെ മുഴുവൻ കുരുമുളക് തന്നെ ഇട്ട് കൊടുക്കണേ. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താണ് ഇപ്പോൾ ഇത് വരട്ടിയെടുക്കുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് ഇത് വരണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ വരട്ടിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവോള നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വരട്ടിയെടുത്ത് അതിൻ്റെ കളറ് മാറുന്നിടം വരെ വരട്ടിയെടുക്കണേ. ഈ ഒരു പാകമാകുമ്പോൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് കളറ് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി പിടിപ്പിച്ചെടുക്കണം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 മുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാലിൽ കിടന്ന് വേണം ചിക്കൻ വെന്ത് വരാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണേ. ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം 1ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണേ നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. ഇതിന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 മുറി നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. കുരു കളഞ്ഞ ശേഷം 1/2 മുറി നാരങ്ങാ നീരോടെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തടുത്തൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കളറൊന്ന് മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം. ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ ചിക്കൻ മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അപ്പോൾ തന്നെ മൂടി വെക്കണേ. അതിൻ്റെ ഫ്ലേവർ എല്ലാം ഒന്ന് ഇറങ്ങാനായിട്ട് ഇതുപോലെ മൂടി വെക്കണം. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് നമുക്കിത് തുറന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പത്തിരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യാൻ മറന്നു പോവല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.